ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ IT ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് കുറഞ്ഞു. BTech അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCA തുടങ്ങിയിട്ടുള്ള IT കോഴ്സുകൾ ഇനി പഠിക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ള ചിന്തയിലാണോ നിങ്ങൾ? IT കരിയർ താഴോട്ട് പോയിട്ടുണ്ടോ? സ്കോപ്പ് കുറഞ്ഞോ? ജോലി സാധ്യതകൾ അസ്തമിക്കുകയാണോ? അല്ലെങ്കിൽ സ്കോപ്പ് കൂടുകയാണോ? എങ്ങനെയുള്ളവർക്കാണ് IT മേഖലയിൽ ഇനി ശോഭിക്കാൻ കഴിയുക? ഏതൊക്കെ മേഖലയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുക തുടങ്ങിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് BCA എന്ന കോഴ്സിനെ കുറിച്ചും അതുപോലെ BCA ആഡോണിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു മനുഷ്യ നിർമ്മിത ബുദ്ധിയാണ്. അത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പല മേഖലയെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ അതൊരു IT മേഖലയെ മാത്രമാണോ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ജോലി സാധ്യതയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരിയറിനെയോ ബാധിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. AI വന്നതോടുകൂടെ IT ഇൻഡസ്ട്രിയെ മാത്രമാണോ ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലുമല്ല. AI വന്നതോടുകൂടെ ഏതൊക്കെ മേഖലയിൽ മനുഷ്യന്റെ ഫിസിക്കലിയും അതുപോലെ ഇന്റലക്റ്റും ആവശ്യമുണ്ട് അവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം പല രീതിയിലുള്ള ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റും അതുപോലെ തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ AI വന്നതുകൊണ്ട് എവിടെയൊക്കെ ബാധിച്ചു എന്ന് നമ്മൾ ചുരുക്കി പറയും. ഇപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട്സുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രൈവർലെസ് കാറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, അഗ്നിപർവ്വതങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വളരെ ഇടുക്കായിട്ടുള്ള സ്ഥലങ്ങൾ, ചില ഭൂമിശാസ്ത്രപരമായിട്ട് മനുഷ്യന് പോകാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ സർവേ പോലുള്ള കാര്യങ്ങൾ വരെ ഇപ്പം ഡ്രോൺ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയോടുകൂടെ സ്ഥലങ്ങളുടെ സർവേ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. പല മേഖലയിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർലെസ് കാറുകൾ വരുന്നു. ഡ്രൈവർലെസ് കാറുകൾ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഡ്രൈവർമാരെ ജോലി പോകും. ഡ്രൈവർമാരെ ജോലി മാത്രമാണോ പോകുന്നത്? ഒരിക്കലുമല്ല. ഡ്രൈവർലെസ് കാറുകൾ വരുമ്പോൾ ടെക്നോളജി ഡ്രിവൺ ചെയ്യുന്ന സമയത്ത് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബേസിക് എററിൽ നിന്നാണ് വരുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് മനുഷ്യന്റെ ബേസിക് എററിൽ നിന്നാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ആ ബേസിക് എറർ എന്നുള്ള ഒരു റിസ്ക് ഫാക്ടർ അവിടെ നഷ്ടപ്പെടുകയും ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾ കുറയുന്നു. ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾ കുറയുമ്പോൾ വേറെ എവിടെ അത് എഫക്റ്റ് ചെയ്യും? സ്വാഭാവികമായിട്ട് മെഡിക്കൽ ഫീൽഡിനെ എഫക്റ്റ് ചെയ്യും. ആക്സിഡന്റുകൾ ഉണ്ടാവും, എമർജൻസി ട്രോമ കെയർ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ ഇൻഷുറൻസ് പോലുള്ള മേഖലയെ അത് എഫക്റ്റ് ചെയ്യും. റെസ്റ്റോറൻറ്റ് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മളെ മുമ്പിൽ കാണുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അപ്പുറത്ത് വലിയ വൈഡായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ലോകം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ട് ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ പോലും ഇതിൻ്റെ കടന്നുവരവ് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ സിമ്പിൾ എക്സാമ്പിൾസ് പറയുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വെയിറ്റർമാരുടെ ആവശ്യമില്ല. അതുപോലെ ഹോസ്പിറ്റലുകളിൽ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാനിങ്, എക്സ്റേ പോലുള്ള കാര്യങ്ങൾക്ക് പകരം ഇപ്പം നമ്മളുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി പാർട്ട് നമ്മളെ ടച്ച് പോലും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, നമ്മുടെ നിലവിലുള്ള രോഗാവസ്ഥകൾ, അതിൻ്റെ ഡെപ്ത്, ഏത് ലെവലിലേക്ക് അത് പോകുന്നൊക്കെ മുൻകൂട്ടി കണ്ടെത്തി നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻസും ട്രീറ്റ്മെൻറ്റും തരാൻ കഴിയുന്ന രീതിയിൽ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി വികസിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് കാണുന്ന ഓട്ടോമേഷൻസ്, എഞ്ചിനീയറിംഗ് മേഖലയിൽ പറയുകയാണെങ്കിൽ ഓട്ടോമേഷൻസ് എല്ലാ മേഖലയിലും ഓട്ടോമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെഷീനറീസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ മെഷീനറിയിൽ ഓട്ടോമേഷനിൽ കൊണ്ടുവരുന്നു. ഒരു മെഷീൻസ് ഏത് ലെവലിൽ സ്റ്റക്ക് ആവും അല്ലെങ്കിൽ അതിന് മുൻകൂട്ടി തന്നെ എറർ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾക്ക് മെസ്സേജ് തരാനും നമ്മളൊരു വർക്ക് സ്റ്റെക്കാകുന്നതിന് മുമ്പേ തന്നെ ആ എററിന് സൊല്യൂഷൻ കണ്ടെത്തി അതിനെ ഓവർകം ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന
ടെക്നോളജി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാൻ പവറിൻ്റെ റെഡ്യൂസ് ചെയ്യും, അത് ജോലി സാധ്യതകളെ കുറക്കും. അത് IT ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്ന വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, എന്നാൽ പോസിറ്റീവായിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്ന, പോസിറ്റീവായിട്ട് ഒരുപാട് പെർഫെക്ഷൻ തരുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട സർവീസ് മേഖലയിലും അതുപോലെ ടെക്നിക്കൽ മേഖലയിലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ റെവല്യൂഷൻ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജിയിലൂടെ നമുക്ക് എത്തിപ്പെടാനും അവിടെ റിസർച്ചുകൾ നടത്താനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനൊക്കെ ഈ ഒരു AI സാങ്കേതിക വിദ്യ കൊണ്ട് കഴിയുന്നു എന്നുള്ളത്. ഇന്ന് ദുബായ് പോലുള്ള നഗരങ്ങളിൽ എയർ ടാക്സികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡ്രോണിൽ സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ ഡ്രോണിൽ വീഡിയോസ് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ചൈനയിൽ ഓൾറെഡി അത് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രോണിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യന്മാരെ ടാക്സി ആയിട്ട് കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ട്, അതുപോലെ ലണ്ടനിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് റോബോട്ടുകൾ യൂസ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് അത് ഫുഡ് ഡെലിവറി ആയിട്ട് മറ്റു ഡെലിവറികളാവട്ടെ, ആമസോൺ പോലെയുള്ള സൈറ്റുകളുടെ ഡെലിവറീസ് ഒക്കെ റോബോട്ടുകൾ കൃത്യമായിട്ട് ഒരു ഹ്യൂമൻ ടീം സപ്പോർട്ട് ഇല്ലാതെ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് റോബോട്ടുകൾ വന്നുകൊണ്ട് ഡോർ ഡെലിവറി ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അതിശയത്തോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മേഖലയിൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ആവശ്യം അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഈ AI ടെക്നോളജി വന്നതിന് ശേഷം കുറയാനുള്ള സാധ്യത ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ AI വന്നതോടുകൂടെ ജോലി സാധ്യതകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ IT മേഖലയിലോ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മേഖലയിലും AI കടന്നുകയറ്റം വരുമ്പോൾ IT മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ടീച്ചേഴ്സ് പ്രൈമറി ലെവൽ മുതൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലേ. ടീച്ചിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ടീച്ചേഴ്സിൽ നിന്ന് ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുന്ന കാര്യങ്ങൾ അതിനേക്കാളും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ ChatGPTയിൽ നമ്മളൊരു ഹാഫ് ആൻ അവർ ഡെയിലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷനും അതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടും കൂടെ നമുക്ക് ChatGPT പറഞ്ഞു തരും. അപ്പോൾ പലരുടെയും ഇപ്പോഴത്തെ ധാരണ, എന്തിനു വെറുതെ ക്ലാസ്സിൽ പോയി സമയം കളഞ്ഞ് ജസ്റ്റ് അറ്റൻഡൻസിന് വേണ്ടി പോകുന്നു, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ChatGPTയിൽ പോകുന്നു, എക്സാം ഒക്കെ വരുന്ന സമയമാകുമ്പോൾ ChatGPTയിലൊക്കെ നോക്കിയിട്ട് എന്താണ് കോണ്ടന്റ് എന്ന് മനസ്സിലാക്കുന്നു, എക്സാം എഴുതുന്നു എന്നുള്ളത്. അതായത് ടീച്ചിങ് മേഖലയിൽ വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടെക്നോളജീസ് വന്ന് അതിനെ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ടീച്ചിങ് മേഖല നശിക്കുകയാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. മനുഷ്യൻ്റെ എമ്പതിയെ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരുന്ന, ഒരു മെൻറ്റർഷിപ്പ് തരുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് AI നിലവിൽ വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ വരും, അതും വരും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. നമ്മളും അത് എക്സ്പെക്ട് ചെയ്യാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ മേഖലയും AI ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടത്. IT സെക്ടർ മാറ്റി വെച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്കത് മനസ്സിലാക്കാൻ കഴിയണം, നമ്മളെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ് ഇതേപോലെയുള്ള ടെക്നോളജീസ് വരുമ്പോൾ. അപ്പോൾ നമ്മളവിടെ റീപ്ലേസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? AI ടെക്നോളജി അറിയുന്ന ഒരു ടീച്ചറെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന, മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അവരെ കൂടെ നിന്നുകൊണ്ട്, എന്നാൽ AI പോലെയുള്ള ടൂളുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള, അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇത്തരം AI ടൂളുകൾ ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഒരു ടീച്ചർക്ക് മാറാൻ കഴിയും. അപ്പോൾ അയാൾ AI കുറിച്ച് പഠിച്ചിരിക്കണം. അയാളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട AI ടെക്നോളജി എവിടെയൊക്കെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതൊക്കെ പുതിയ ടൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്തരം ടൂളുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ആ ടീച്ചറിന് ഉണ്ടാവണം. ഈ AI ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആ ഒരു ടീച്ചർക്ക് കഴിയണം. അതുപോലെ എല്ലാ മേഖലയിലും എടുത്തു നോക്കും. ഒരു എഞ്ചിനീയേഴ്സിന് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് AI യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, AI ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രൊജക്റ്റിനെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഈ AI ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓട്ടോമേഷൻ ചെയ്യാൻ കഴിയും. റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഈവൻ ഡോക്ടേഴ്സിന് വരെ ഇത്തരം ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഫഷനെ ഒരു എറർ വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്സുകൾ സംഭവിക്കാത്ത രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ AI പഠിച്ചിട്ടുള്ള, AI ടെക്നോളജി അറിയുന്ന ടെക്നീഷ്യൻസ്,
AI ടെക്നോളജി അറിയുന്ന ടീച്ചേഴ്സ്, AI ടെക്നോളജി അറിയുന്ന മെക്കാനിക്സ്, AI ടെക്നോളജി അറിയുന്ന എഞ്ചിനീയേഴ്സ്, AI ടെക്നോളജി അറിയുന്ന മെഡിക്കൽ ടെക്നീഷ്യൻസ്, മെഡിക്കൽ സർവീസ് പ്രൊവൈഡേഴ്സ്, AI ടെക്നോളജി അറിയുന്ന ഒരു ടെക്കി IT-ലേക്ക് വരാം. അപ്പൊ എല്ലാ മേഖലയിലും AI ടെക്നോളജി അറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആവും എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് IT സബ്ജക്റ്റുകളെ പഠിച്ചിട്ടുള്ള ഒരു ടെക്കിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷനെ കുറിച്ച് അപ്പം നെഗറ്റീവ് പറയാൻ കഴിയുമോ നമുക്ക്? AI പഠിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു IT പ്രൊഫഷനെ കുറിച്ച് അയാൾക്ക് അത് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? കാരണം ഇന്ന് എല്ലാ മേഖലയിലും ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ സർവീസിങ് മേഖലയുണ്ടോ ആ സർവീസിങ് മേഖലയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ IT-യിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ, അയാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അയാൾക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ 100% ബിലീവ് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ കടന്നുവരവ് ഈ ഒരു മേഖലകളെ മുഴുവൻ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, ടെക്നോളജി വൈസ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, എറർ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും ഏറ്റവും പെർഫെക്റ്റോടെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു റെവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയുന്ന ടെക്നീഷ്യൻസും പ്രൊഫഷണൽസും ഒക്കെ സമൂഹത്തിനും അതിനേക്കാൾ ഉപരി ഈ ഒരു ടെക്നോളജി ഡെവലപ്ഡ് ലോകത്തിനും വലിയ മുതൽക്കൂട്ടായിരിക്കും, അസറ്റായിരിക്കും. അപ്പൊ നമ്മൾ സ്കോപ്പ് കുറയാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇതിന്റെ സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും IT-യുടെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളിലും ഒക്കെ ഏറ്റവും സ്കില്ലുള്ള, നല്ല നോളജ് ഉള്ള ഒരു എക്സ്പേർട്ട് ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് BCA BTech പോലെയുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും അത്തരം കോഴ്സുകൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് പഠിക്കുകയും സ്കിൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയും നമ്മൾ അതിൽ മാക്സിമം സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും ഓരോ അപ്ഡേറ്റ്സുകൾ വരുമ്പോഴും നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ട് നമ്മളുടെ നോളേജിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ സ്വപ്നം കാണുന്ന ജീവിതം, ഹൈ സാലറി പാക്കേജോടുകൂടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീമിങ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ രീതിയിലേക്കാണ് IT-യുടെ ഒരു ബൂമിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കോഴ്സ് കഴിയുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഇന്നത്തെ കാലത്ത് IT-യിൽ എന്ന് മാത്രമല്ല നിങ്ങൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല. ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്ന മേഖലയിലുള്ള സ്കില്ല് മാത്രമാണ് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ ആ ഒരു സ്കില്ല് മാത്രമായിരിക്കും നിങ്ങളുടെ ആയുധം. അതുകൊണ്ട് സ്കിൽ ബേസ്ഡ് ആയിട്ട് പഠിക്കുക, സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്യുക. സിലബസിന്റെ അപ്പുറത്ത് ഇന്നത്തെ ഇന്റർനെറ്റിനെയും അതുപോലെ ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ആ ഒരു മേഖലയിലെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒരു എക്സ്പേർട്ട് ആയിട്ട്, ഒരു ജീനിയസ് ആയിട്ട് മാറാൻ കഴിയുക. അപ്പം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് BCA ആവട്ടെ അല്ലെങ്കിൽ BTech ആവട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്തു പഠിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് എവിടെ പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എവിടെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് സ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ കഴിയുന്ന, സ്കിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്ന, കരിക്കുലം സെറ്റ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ ഒരു അക്കാഡമിക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളേജുകളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അത്തരം കോളേജുകളിൽ മാത്രം നിങ്ങൾ പഠിക്കുക. അപ്പോൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. IT-യുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഏത് കോഴ്സാണെങ്കിലും സ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ IT-യുടെ സാധ്യതകൾ എവിടെയും അവസാനിക്കുന്നില്ല. IT കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം BCA പഠിക്കാൻ, BSc പഠിക്കാൻ അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള IT കോഴ്സുകൾ പഠിക്കാൻ ഏറ്റവും മികച്ച കോളേജുകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം കോളേജുകളിൽ ₹1 പോലും സർവീസ് ചാർജ് തരാതെ നേരിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തോ. എൻ്റെ നമ്പർ ടാഗ്ലൈനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടീസിൻ്റെയും ബുദ്ധിമുട്ടുകളില്ലാതെ, പറ്റിക്കപ്പെടലുകൾക്ക് വിധേയമാകാതെ, ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. പുതിയ അപ്ഡേറ്റ്സുകളും പുതിയ കോഴ്സിന്റെ വിശേഷങ്ങളും കോളേജിന്റെ വിശേഷങ്ങൾക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം നിർത്തുന്നു. ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.